ലെവൽ ഓഫ് പ്രിവെൻഷൻ. DHIC സ്റ്റുഡൻസ് ആയി നിങ്ങൾ ഇനി ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പ്രിവെന്റീവ് സൈഡിലാണ്. അപ്പൊ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് വർക്കൊക്കെ വരുന്നത്. അപ്പൊ പ്രിവെൻഷൻ അത്രയ്ക്ക് അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സിലബസിൽ NCDയുടെ ഏരിയയിൽ കുറച്ച് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഒരു പോർഷനാണ് ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത രീതിയിൽ പഠിക്കാം. മെയിൻ ആയിട്ട് 4 ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണുള്ളത്. പ്രൈമോഡിയല്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പ്രിവെൻഷൻ. പ്രൈമോഡിയല്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പ്രിവെൻഷൻ. ഇതാണ് 4 ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. അതിലത്തെ ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുക നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ള ഒരു ഏരിയ പഠിക്കുമ്പോഴാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്നുള്ള കൺസെപ്റ്റ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെതിരെ തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് പ്രൈമോഡിയൽ പ്രിവെൻഷൻ നോക്കാം. അപ്പൊ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ റിസ്ക് ഫാക്ടേഴ്സ് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. റിസ്ക് ഫാക്ടറിന്റെ എമർജൻസി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ ഡിസ്കസ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോലെ ഒബേസിറ്റി അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഒക്കെ ഭാവിയിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ഭാവിയിൽ ഒബേസിറ്റി പോലത്തെ അസുഖത്തിലേക്ക് ലീഡ് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്തിട്ട് റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാതെ നമ്മൾ നോക്കിക്കൊണ്ട് നടക്കുന്നതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒബേസിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒബേസിറ്റിയോ അല്ലെങ്കിൽ ഏതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടിയായത് മുതലേ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഉപ്പിന്റെ അളവായാലും അതെ, അതുപോലെ തന്നെ ഷുഗറിന്റെ അളവായാലും അതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യണത് മുതലേ നമ്മൾ അവർക്ക് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തു തുടങ്ങണം എന്നാണ് പറയണത്. നമ്മൾ അവരെ ഷുഗർ അതുപോലെ സോൾട്ട് ഒന്നും കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനോടുള്ള ടെൻഡൻസി കൂടും. അപ്പൊ അവർ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യണ ടൈമാണ് ഈ വീനിങ് പീരീഡ് ഒക്കെ. അപ്പൊ ആ ടൈം മുതലേ നമ്മൾ അവരെ ഉപ്പിന്റെ അളവ് അതുപോലെ തന്നെ ഷുഗറിന്റെ അളവൊക്കെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് അത് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസായി മാറാതിരിക്കാൻ, ഒരു റിസ്ക് ഫാക്ടർ വരാതിരിക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചെറുപ്പം മുതലേ ഭാവിയിൽ ഒരു NCDയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, റിസ്ക് ഫാക്ടർ എമർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഇതാണ് ഈ കൺസെപ്റ്റ്, ഈ ലെവൽ ഓഫ് പ്രിവെൻഷന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. റിസ്ക് ഫാക്ടർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്യുക. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യണത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഏരിയയിലാണ്. മെയിൻലി യൂസ്ഡ് ഇൻ പ്രിവെന്റിംഗ് ക്രോണിക് ഡിസീസ്. ഇറ്റ് ഈസ് എ നോവൽ അപ്രോച്ച് ടു പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷന്റെ ഒരു പുതിയ കൺസെപ്റ്റ് ആണ് primordial prevention. Primordial prevention is the prevention of emergence or development of risk factors in countries or population group in which they have not yet appeared. ഇതുവരെ റിസ്ക് ഫാക്ടേഴ്സ് വരാത്തൊരു പോപ്പുലേഷനിൽ അവർ ഇതുവരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. റിസ്ക് ഫാക്ടർ എമർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. മെനി അഡൽട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഒബേസിറ്റി ഹാവ് ദെയർ ഒറിജിൻസ് ഇൻ ചൈൽഡ്ഹുഡ്. ഒബേസിറ്റി ഒക്കെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു കണ്ടീഷൻ അല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആദ്യം മുതലേ ഉള്ള ചൈൽഡ്ഹുഡ് ലൈഫ് സ്റ്റൈൽ മുതലേ ഉള്ള ഇൻഫ്ലുവൻസസ് ഉണ്ട് ഒബേസിറ്റിയിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അതൊക്കെ ഈ ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യണ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ അഡൾട്ടായിട്ട് ഉള്ള ടൈമിൽ മാത്രം അത് ചെയ്യണ കാരണം വരണതല്ല. നമ്മുടെ പണ്ട് മുതലേ ഉള്ള ലൈഫ് സ്റ്റൈൽ അതിനെ ആ ഒരു രീതിയിലേക്ക് ലീഡ് ചെയ്യും എന്നാണ് അർത്ഥാക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് ആദ്യം മുതലേ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ ഒരു റിസ്ക് കുറയ്ക്കുക, ആ റിസ്ക് ഫാക്ടർ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ.
നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു, പക്ഷെ അസുഖത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രൈമറി പ്രിവെൻഷനിൽ പറയുന്നത്. റിസ്ക് ഫാക്ടർ വന്നു കഴിഞ്ഞു, പക്ഷെ അസുഖത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോ നല്ലൊരു തടി കൂടുതലുള്ള ഒരാളാണ്, നല്ല BMI ഒക്കെ ഹൈ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആളൊരു റിസ്ക് ഗ്രൂപ്പാണ്, ആൾക്ക് പലതരം NCDs വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആളെ ഒരു റിസ്ക് ഫാക്ടറാണ്, ആൾക്ക് ഒരു റിസ്ക് ഗ്രൂപ്പിനെ കാറ്റഗറൈസ് ചെയ്യാം നമുക്ക്. പക്ഷെ അവർക്ക് അസുഖത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരോട് പറയണം തടി കുറയ്ക്കണം, ബാലൻസ്ഡ് ഡയറ്റ് എടുക്കണം, അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അസുഖത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റിസ്ക് ഫാക്ടർ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം അത് പറയണ ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമോഡിയലിൽ നമ്മൾ റിസ്ക് ഫാക്ടർ വരാതിരിക്കാൻ വേണ്ടി നോക്കി, പ്രൈമറിയിൽ റിസ്ക് ഫാക്ടർ ഉള്ള ഒരാൾക്ക് അസുഖത്തിലേക്ക് പോവാതിരിക്കാൻ, അസുഖം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ അവർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് പ്രൈമറി പ്രിവെൻഷനിൽ പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു നല്ല തടിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അവർക്ക് എന്തൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും? ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം എന്ന് പറയും, അതുപോലെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറയും, ബ്രിസ്ക് വാക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതുപോലെയുള്ള NCD പോലത്തെ വേറെ അസുഖത്തിലേക്കൊന്നും അവര് ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അസുഖത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റിസ്ക് ഗ്രൂപ്പിന് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും. അതാണ് പ്രൈമറി പ്രിവെൻഷനിൽ പറയുന്നത്. അപ്പൊ പ്രൈമറി പ്രിവെൻഷനിൽ റിസ്ക് ഫാക്ടർ വന്നു കഴിഞ്ഞു, അസുഖത്തിലേക്ക് ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. പ്രൈമറി പ്രിവെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ആക്ഷൻ ടേക്കൺ പ്രയർ ടു ദി ഓൺസെറ്റ് ഓഫ് ഡിസീസ്. ഡിസീസ് വരണേക്കുള്ളും മുമ്പ് നമ്മൾ എടുക്കുന്ന ആക്ഷൻ ആണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് സിഗ്നിഫൈസ് ഇന്റർവെൻഷൻ ഇൻ ദി പ്രീ പാത്തോജനസിസ് ഫേസ് ഓഫ് എ ഡിസീസ്. പാത്തോജനസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ അസുഖം വരുന്ന കണ്ടീഷനാണ്. പ്രീ പാത്തോജനസിസ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വരുന്ന സ്റ്റേജിനേക്കാളും മുന്നേ, അസുഖം വരണേക്കുള്ളും മുമ്പ് നമ്മൾ എടുക്കുന്ന ഇന്റർവെൻഷൻസ് ആണ് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. ഇറ്റ് ഇസ് ചീപ്പ്, സേഫ് ആൻഡ് ഹോളിസ്റ്റിക്. അപ്പോൾ അതൊരു പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞ ഒരു ചീപ്പ് അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നാണ് പറയണത്. കാരണം ആൾക്ക് ഇതുവരെ അസുഖം വന്നിട്ടില്ല, അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ട്രീറ്റ്മെന്റിനെയും അതുപോലെ അതിന്റെ ഡയഗ്നോസിസിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസസ്, ഒരുപാട് കോസ്റ്റ് വരും. അപ്പൊ അതൊരു എക്സ്പെൻസീവ് പ്രോസസ്സാണ് അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അസുഖം വരാതിരിക്കണ ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷനിൽ ഡിസ്കസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ പ്രൈമറി പ്രിവെൻഷൻ ഒരു ചീപ്പും അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രൈമറി പ്രിവെൻഷനിൽ എന്തൊക്കെ വരും? ഹെൽത്ത് എഡ്യൂക്കേഷൻ വരും, ഇമ്മ്യൂണൈസേഷൻ വരും. അസുഖം വരാതിരിക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് അസുഖം വരാനുള്ള റിസ്കുകൾ ഉണ്ട്. അപ്പോൾ ആ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നത്. അപ്പൊ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൈമറി പ്രിവെൻഷൻ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നു. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈമറി പ്രിവെൻഷൻ ആണ്. പ്രൊട്ടക്ഷൻ ഫ്രം ആക്സിഡൻസ്, ഇപ്പൊ സീറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊരു റിസ്ക് ഗ്രൂപ്പിലാണ്. അപ്പൊ നമ്മൾക്ക് ഹെൽത്തിന് നമ്മൾ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്യണു, ഹെൽമെറ്റ് യൂസ് ചെയ്യണു. അപ്പോൾ അതാണ് പ്രൈമറി പ്രിവെൻഷനിൽ പറയണത്. നെക്സ്റ്റ് സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷനേക്കുള്ള പോണേക്കുള്ള മുമ്പ് നമുക്ക് പ്രൈമറി പ്രിവെൻഷൻ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ ആപ്ലിക്കബിൾ ആക്കുമ്പോൾ രണ്ട് ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും: പോപ്പുലേഷൻ സ്ട്രാറ്റജി, ഹൈ റിസ്ക് സ്ട്രാറ്റജി. ഇത് നമ്മൾ NCDs നമ്മൾ കൂടുതൽ കാണാറുണ്ട്, പോപ്പുലേഷൻ സ്ട്രാറ്റജി, ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. അതൊന്നുമല്ല, ഈ പ്രൈമറി പ്രിവെൻഷന്റെ തന്നെ ഒരു സബ്സെക്ഷൻ ആണ് ഈ പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും. ഈ പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്നിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ പോപ്പുലേഷനും ഒട്ടാകെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലെ കൊടുക്കുകയാണെങ്കിൽ അത് പോപ്പുലേഷൻ സ്ട്രാറ്റജി. നമ്മൾ എല്ലാ പോപ്പുലേഷനെ കൺസിഡർ ചെയ്യാണ് അവിടെ ചെയ്യണത്. അങ്ങനെ നമ്മളൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ 1-2 ആൾക്കാരുടെ ഡയബറ്റീസ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കാരണം വരുന്ന അസുഖങ്ങളുടെ ഇൻസിഡൻസ് നമുക്ക് വളരെയധികം മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും കൂടിയിട്ട് ഒരേ ഒരു തീം പറഞ്ഞു കൊടുക്കുക.
എന്നാൽ ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ കണ്ടുപിടിച്ച് അവർക്ക് മാത്രമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഹൈ റിസ്ക് സ്ട്രാറ്റജി. അവരുടെ മറ്റേ ഡയബറ്റീസ് ഒക്കെ ചെക്ക് ചെയ്ത് അവർ റിസ്ക് ഗ്രൂപ്പിലാണോ, പാരമ്പര്യം അതുപോലെ അങ്ങനെ എന്തെങ്കിലും ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കി അവരെ ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് പ്രൈമറി പ്രിവെൻഷൻ കൊടുക്കുമ്പോൾ അത് ഹൈ റിസ്ക് സ്ട്രാറ്റജി ആയി. അപ്പൊ പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും പ്രൈമറി പ്രിവെൻഷന്റെ ഒരു സബ്സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പോപ്പുലേഷൻ സ്ട്രാറ്റജി നമ്മൾ പോപ്പുലേഷന് മൊത്തമാകെ എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും. ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ഉള്ള ആൾക്കാരെ മാത്രം നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് മാത്രം നമ്മൾ ഇൻഫോർമേഷൻസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻസും ഡിസീസ് വരാതിരിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡറി പ്രിവെൻഷനിലേക്ക് പോവാം. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞു, അസുഖം വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇനി സെക്കൻഡറി പ്രിവെൻഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോണത്. അപ്പൊ അസുഖം വന്നു, അപ്പൊ എത്രയും പെട്ടെന്ന് അത് ഡയഗ്നോസ് ചെയ്യുക, അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പൊ സെക്കൻഡറി പ്രിവെൻഷൻ മെയിൻലി ഡീൽ വിത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓൾറെഡി അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും, അയാൾ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക, ട്രീറ്റ്മെന്റ് തുടങ്ങുക. അതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്ന കൺസെപ്റ്റ്. സെക്കൻഡറി പ്രിവെൻഷന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുള്ളത് അസുഖം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ മെയിൻ എയിം സെക്കൻഡറി പ്രിവെൻഷനിൽ. അസുഖം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അസുഖം കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് തടയുക എന്നതാണ് സെക്കൻഡറി പ്രിവെൻഷന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. Secondary prevention is action which halt the progress of disease at its incipient stage and prevent complication. എത്രയും പെട്ടെന്ന് അസുഖം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക, അതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. മെയിൻ ആയിട്ട് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും. ദി ഹെൽത്ത് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റഡ് ബൈ ഗവൺമെന്റ്സ് ആർ യൂഷ്വലി അറ്റ് ദി ലെവൽ ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾക്കിപ്പോൾ അറിയാം ഒരുപാട് ഹെൽത്ത് പ്രോഗ്രാംസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അശ്വമേധം പോലത്തെ പ്രോഗ്രാംസ് ആണെങ്കിൽ, അശ്വമേധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അത് ലെപ്രസി കേസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ്. വീടുകൾ തോറും ഹെൽത്ത് വർക്കേഴ്സ് വന്ന് ലെപ്രസിയുടെ എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്ന് ബോഡിയിൽ ചെക്ക് ചെയ്യണ ഒരു ക്യാമ്പയിൻ ആണ് അശ്വമേധം. അപ്പൊ അതിലെന്താണ് നടത്തുന്നത് എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ ഒക്കെ അസുഖമുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത്, ഡയഗ്നോസിസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ സെക്കൻഡറി പ്രിവെൻഷനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസും സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. കാരണം എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസും ഇപ്പോൾ എന്തൊരു ഹെൽത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ ഒരു ക്യാമ്പ് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ആ ക്യാമ്പിലൂടെ എന്താണ്, ആ അസുഖം വരുന്നുണ്ടോ, വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ഡയഗ്നോസിസ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ അസുഖം വന്നിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ട്രീറ്റ്മെന്റും നൽകുന്നുണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവിടെ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് കാരണം എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസും സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത് എന്ന് നമുക്ക് പറയാം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അപ്പൊ അത് നോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ആൻഡ് ലെസ് എഫക്റ്റീവ് ദാൻ പ്രൈമറി പ്രിവെൻഷൻ. അപ്പൊ അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ. അത് കാരണം അത് എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോസ്റ്റ് ചെലവാക്കുന്നത് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിനും അതിന്റെ ബാക്കി മെഡിസിൻസിനും വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പിന്നെ അത് ലെസ് എഫക്റ്റീവ് ആണ്. കാരണം അസുഖം വന്നിട്ട് അത് നമ്മുടെ ബാക്ക് ടു നോർമൽ ഹെൽത്ത് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ് ദാൻ പ്രിവെൻഷൻ. അപ്പൊ അത് കുറച്ചും കൂടി ലെസ് എഫക്റ്റീവ് ആണ് പ്രൈമറി പ്രിവെൻഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അസുഖത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രിവെൻഷൻ ആണ് ഏറ്റവും നല്ലത്. അത് പറഞ്ഞാൽ പ്രൈമറി പ്രിവെൻഷൻ ആണ് ഏറ്റവും നല്ലത്. സെക്കൻഡറി പ്രിവെൻഷൻ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞിട്ട് ചെയ്യണ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സെക്കൻഡറി പ്രിവെൻഷനിലെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ആണ് നമ്മൾ നോക്കുക. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ, ലാസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല്. Tertiary prevention is defined as all measures available to reduce or limit impairment and disability, minimize suffering caused by disease, and promote patients' adjustment with irremediable conditions.
ടെർഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അയാൾ കൂടുതൽ സീവിയർ ആയിട്ടൊരു ഡിസബിലിറ്റിയിലേക്കോ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇപ്പൊ ഒരു ഡിസബിലിറ്റിയിലേക്ക് പോയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ആ ഡിസബിലിറ്റി വെച്ചിട്ട് എങ്ങനെ ലൈഫിനെ ജീവിക്കും, അയാൾ എങ്ങനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ടെർഷറി പ്രിവെൻഷൻ എന്ന ലെവലിൽ ഡീൽ ചെയ്യണത്. ഇപ്പൊ ലെപ്രസി പോലത്തെ ഒരു അസുഖമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അതൊരു ഡിസബിലിറ്റിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഡിസബിലിറ്റിനെ ലിമിറ്റ് ചെയ്യുക. അതുപോലെ ഡിസബിലിറ്റി വന്നു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവരെ മാറ്റി നിർത്താൻ പാടില്ല. അവരെ ആ ഡിസബിലിറ്റി വെച്ചിട്ട് എങ്ങനെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഇപ്പോ റീഹാബിലിറ്റേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് സർജറീസിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ സർജറീസ് ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ടെർഷറി പ്രിവെൻഷനിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾ 4 ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആദ്യം നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ് പറഞ്ഞത്. പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? റിസ്ക് ഫാക്ടേഴ്സ് എമർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. NCDs പോലെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് ചെറുപ്പം മുതലേ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം റിസ്ക് ഫാക്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു, അസുഖത്തിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മെഷേഴ്സ് ആണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞു, നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഡയഗ്നോസ് ചെയ്തിട്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ടെർഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അസുഖം കാരണം ഡിസബിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സീവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ ഡിസബിലിറ്റി വന്ന ആൾക്കാരാണെങ്കിൽ അവരെ ആ ഡിസബിലിറ്റി വെച്ച് എങ്ങനെ നമ്മൾ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അത്രയാണ് നമ്മുടെ ലെവൽ ഓഫ് പ്രിവെൻഷനിൽ വരുന്നത്. അപ്പൊ 4 ലെവൽ ഓഫ് പ്രിവെൻഷനിൽ ഈ പ്രൈമോഡിയൽ പ്രിവെൻഷനും പ്രൈമറി പ്രിവെൻഷനും നമ്മൾ അസുഖം ഇല്ലാത്ത ഹെൽത്തി പീപ്പിൾക്കാണ് കൊടുത്തത്, അല്ലെ? പ്രൈമോഡിയൽ പ്രിവെൻഷനും പ്രൈമറി പ്രിവെൻഷനും നമ്മൾ കൊടുക്കുക ഹെൽത്തി ഇൻഡിവിജ്വൽസിനെയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ പറഞ്ഞു കൊടുക്കുക ഹെൽത്തി പീപ്പിളിനെയാണ്. പ്രൈമോഡിയലും പ്രൈമറി പ്രിവെൻഷനും ഡീൽ ചെയ്യണത് ഹെൽത്തി പീപ്പിൾസിനെയാണ്. എന്നാൽ സെക്കൻഡറി പ്രിവെൻഷൻ നമ്മൾ അസുഖം വന്നിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഡീൽ ചെയ്യണത്. അപ്പോൾ അവിടെ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റിനെയാണ് സെക്കൻഡറി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടെർഷറി പ്രിവെൻഷൻ ഡിസബിലിറ്റി ലിമിറ്റേഷന് റീഹാബിലിറ്റേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അസുഖം കാരണം വരുന്ന ഡിസബിലിറ്റിനെ ലിമിറ്റ് ചെയ്യുക, ഡിസബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള റീഹാബിലിറ്റേഷൻ കൊടുക്കുക. അതാണ് ടെർഷറി പ്രിവെൻഷൻ മെയിൻ ആയിട്ട് ലീഡ് ചെയ്യണത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. ഇത് നിങ്ങൾ നന്നായി പഠിക്കുക. ഇതിലൂടെ നമുക്ക് ആ 4 ലെവൽ ഓഫ് പ്രിവെൻഷന്റെ മെയിൻ എയിംസ് എന്താണെന്ന് മനസ്സിലാവും. പ്രൈമോഡിയലും പ്രൈമറിയും ഹെൽത്തി പീപ്പിൾക്ക് കൊടുക്കുന്നു. സെക്കൻഡറി അസുഖം വന്നിട്ടുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു. ടെർഷറി ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് 4 ലെവൽ ഓഫ് പ്രിവെൻഷൻ.